ഇപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ റോസ്മേരി പ്ലാന്റ്, ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചെടിയാണ് റോസ്മേരി പ്ലാന്റ്. ആ ചെടീനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച തൈയാണ്. ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടാൽ നമുക്ക് എല്ലാ വീട്ടിലും ഇതുപോലെ നിറച്ച് തൈ വയ്ക്കാൻ തോന്നും. അത്രയ്ക്കും അധികം ഗുണങ്ങളുള്ള ഒരു മെഡിസിനൽ പവറുള്ള ഒരു ചെടിയാണ്. ഇപ്പം നമ്മൾ അലങ്കാര ചെടി പോലെ ഉപയോഗിക്കാം, അതുപോലെ ഔഷധ ചെടിയായിട്ട് ഉപയോഗിക്കാം, അതുപോലെ സുഗന്ധവ്യഞ്ജന ചെടിയായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എന്തായാലും വീട്ടിൽ നിറച്ച് വളർത്തും. ഈ ചെടി റോസ്മേരി എന്നുള്ള പേരിലാണ് അറിയണത്. പിന്നെ ഇത് നമ്മുടെ ലാമിയാസിയ ഫാമിലി, അതായത് തുളസിയുടെ ഫാമിലിയിൽ പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടറിയാം, ലീവ്സൊക്കെ നല്ല കൂർത്തിട്ടുള്ള ഇലയാണ്. കുഞ്ഞൊരു തൈയാണ്. ഇതൊരു കുറ്റിച്ചെടിയായിട്ടാണ് വളരുന്നത്. അപ്പം നമ്മൾ ഒരു 4-5 ഫീറ്റ് വരുന്നൊരു ചെടിയായിട്ടാണ് ഉണ്ടാവുന്നത്. ഇതിൽ വെള്ള, പിങ്ക്, പർപ്പിള്, ബ്ലൂ ഈ കളറിലൊക്കെയാണ് പൂക്കൾ ഉണ്ടാവുക. ഇതിൻ്റെ ഇലയ്ക്ക് നല്ലോണം ഔഷധ ഗുണമുണ്ട്. അത് നമ്മൾ ഔഷധ ഗുണങ്ങൾ ഓരോന്നായിട്ട് പറയാം. ഇത് പിന്നെ സ്ലോ വളർച്ചയുള്ളൂ. ഈ ചെടിയുടെ ഇലയിൽ നമ്മൾ മുടി വളർച്ചയ്ക്കും അതുപോലെ നല്ല താരൻ, തല ചൊറിച്ചൽ ഒക്കെ വരണേന് റോസ്മേരിയുടെ വാട്ടറും അതുപോലെ എണ്ണയൊക്കെ കാച്ചി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ ചെടി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താം, ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റും. ഈ ചില്ലകൾ, അതായത് ഇതിൻ്റെ തുമ്പുകൾ പൊട്ടിച്ച്, അധികം മൂക്കാത്തത് ഇളം ചില്ലകൾ പൊട്ടിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ വേര് വരും. എന്നിട്ട് നമുക്കത് നട്ട് പിടിപ്പിക്കാം. വിത്ത് വഴിയും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതുപോലെ തണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചെടി നല്ല സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ അതിൽ നല്ലൊരു ഫ്രാഗ്രൻസ് ആവും. വീടിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജി ആവും. അതുപോലെ കൊതു തീരെ വരില്ല. നമ്മൾ ഈ ഇല പൊട്ടിച്ച് മേത്ത് ചതച്ച് നമ്മുടെ കൈമലും കാലുമലും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ പറമ്പിക്കൊക്കെ ഇറങ്ങുമ്പോൾ കൊതു കുത്തൂല്ല. അപ്പം അങ്ങനെ അത് ഒരു പ്രത്യേക തരം ഗുണങ്ങളൊക്കെയുള്ള ചെടിയാണ് ഈ റോസ്മേരി ചെടി. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ചെടിയാണ്. നീരൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് പറ്റിക്കഴിഞ്ഞാൽ അത് മാറിക്കോളും. അതുപോലെ തന്നെ നല്ലോണം ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നത് അതിൻ്റെ ഇല. റോസ്മേരി ടീ ഉണ്ടാക്കുക, ഇല തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. പിന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. ആരോമ തെറാപ്പിക്ക് ഇതിൻ്റെ റോസ്മേരി ചെടിയുടെ ലീഫ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ താരൻ, മുടി കൊഴിച്ചൽ, രക്തശുദ്ധീകരണത്തിനൊക്കെ ഇത് നല്ലതാണ്. ഫോറിൻ കൺട്രീസിലൊക്കെ നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്ന പോലെ അവർ ഈ റോസ്മേരിയുടെ ലീഫ് ഉപയോഗിക്കും. പിന്നെ ഇറച്ചി മീനൊക്കെ വെക്കുമ്പോൾ ഇതിൽ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ ഫ്ലോറൊക്കെ തുടയ്ക്കുമ്പോൾ ഈ ലീഫിൻ്റെ ഇല ചതച്ച് അതിൻ്റെ വെള്ളം ചതച്ച് നീര് ചേർത്തിട്ട് അകമൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്ത് കയറുമ്പോൾ നല്ലൊരു മണ്ണായിട്ട് നിന്നോളും. അതുപോലെ തന്നെ കൊതുക് കുറഞ്ഞു. ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾക്കും ഇത് നല്ല റിസൾട്ട് തരുന്നൊരു ചെടിയാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഈ റോസ്മേരിയുടെ ലീഫ് കഴിക്കുന്നത് നല്ലതാണ്. റോസ്മേരിയുടെ ലീഫ് വെള്ളത്തിൽ തിളപ്പിച്ച് തലയുടെ സ്കാൽപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ, അതുപോലെ ചെറിയ ചെറിയ താരൻ, നല്ല രക്തോട്ടം ഉണ്ടാവും. അപ്പോൾ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എണ്ണ കാച്ചപ്പോൾ ഇത് ഇങ്ങനെ ചെടി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. നല്ല ഉണങ്ങിയ ഇലകൾ കിട്ടും. അപ്പം നമുക്ക് അതുകൊണ്ട് എണ്ണ കാച്ചാനും വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ കിട്ടുന്നതാണ്. വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം വളർത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാമെന്ന് മാത്രം. നമുക്ക് ഒറിജിനലായിട്ട് ഒരു മായവും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ നമുക്കിത് വളർത്തി പെട്ടെന്ന് ഇതിൻ്റെ തലപ്പൊക്കെ നുള്ളി ഇലയും ഇതൊക്കെ എടുക്കാൻ പറ്റും, തണ്ടൊക്കെ. നമുക്ക് നല്ല ആങ്സൈറ്റി ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ചെടി പിടിച്ചിട്ട് ഒന്ന് നല്ലോണം നിരടി വെറുതെ ഒന്ന് നല്ലോണം മണപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആങ്സൈറ്റി ഒക്കെ കുറഞ്ഞ് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും. അത്രയധികം റിസൾട്ട് തരുന്നൊരു ചെടിയാണ് ഈ റോസ്മേരി ചെടി. അപ്പം ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടിയാണ്. ഇത് നമുക്കൊന്ന് മാറ്റി നടാം. ഇത് നമുക്ക് ഇതുപോലെ മാറ്റി നട്ട് ആദ്യം 2 ദിവസം തണലത്ത് വെച്ചതിന് ശേഷം നമുക്ക് നല്ല വെയിലത്ത് വെക്കാം. പിന്നെ നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മഴക്കാലത്ത് പുറത്ത് വെക്കരുത്. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഈ ചെടി നമുക്ക് ഒന്ന് പിടിച്ചു വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. വിത്ത് മുളച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ചെടിയുടെ തലപ്പ് നുള്ളിയാലും ഉണ്ടാവും. വെള്ളത്തിലൊന്ന് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ മുളച്ചോളും, വേര് വരും. എന്നിട്ട് നമുക്ക് മാറ്റി കുഴിച്ചിടാം. ചെടി നടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തുള്ളത് സാധാരണ ഉലർന്ന മണ്ണെടുത്തിട്ടുണ്ട്, മണ്ണിര കമ്പോസ്റ്റ് കുറച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി, ചാണപ്പൊടി, സാൻഡ് മണൽ, ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം.
നല്ല നീർവാർച്ച വേണം, വെള്ളം തീരെ കെട്ടിക്കിടക്കരുത്. അതാണ് ഈ ചെടിക്ക് ഒരു പ്രത്യേകത. വെള്ളം കെട്ടിന്നാൽ അപ്പം തന്നെ ചെടി കേടുവരും. പെർലൈറ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലുപൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെടിക്ക് വളരുന്നതിനനുസരിച്ച് നല്ല പച്ചച്ചാണം കിട്ടുമ്പോൾ നല്ലോണം നേർപ്പിച്ചിട്ട് ആഴ്ചയിൽ 2 ട്രിപ്പ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ചെടി തഴച്ച് വളർന്നോളും. ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം. മണ്ണ് ചട്ടിയിൽ വെക്കുന്നതാണ് ബെസ്റ്റ്. അപ്പം നമ്മൾ വെള്ളം അധികം വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി മണ്ണ് അബ്സോർബ് ചെയ്യണ കാരണം നമുക്ക് മണ്ണ് ചട്ടിയിൽ ഈ ചെടി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഹോളുണ്ടല്ലോ അവിടെ കല്ലും കഷ്ണം വയ്ക്കാം. അപ്പം വെള്ളം വാർന്നു പോവാനായിട്ട്. അതിന് ശേഷം മണ്ണ് ചേർക്കാം. നമ്മൾ മിക്സ് ചെയ്ത പോട്ടി മിക്സാണ് ചേർക്കണം. പിന്നെ ഇനി വളമൊന്നും ചേർക്കേണ്ട, അത്യാവശ്യം വളം ഇതിലൊക്കെ ഉണ്ട്. ഇനി ചെടി ഒന്ന് വേര് പിടിച്ച് വരട്ടെ. എന്നിട്ട് ഇടയ്ക്ക് ആഴ്ചയിലൊരു ദിവസം പച്ചച്ചാണകം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ റോസ്മേരി പ്ലാന്റ് വയ്ക്കുക. അതിൻ്റെ കടയ്ക്ക് പോട്ടി മിക്സ് ചേർക്കാം. കുറച്ചും കൂടി മണ്ണിര കമ്പോസ്റ്റ് ഇട്ടുണ്ട് മുകളിൽ, ഒന്ന് ലൂസായിട്ടുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടി. അപ്പോൾ വേര് എന്തായാലും പിടിച്ചോളും, നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും. അപ്പോൾ നമ്മുടെ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മണ്ണ് ചട്ടിയിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളമൊക്കെ അധികം കെട്ടി നിൽക്കാണ്ട് നിൽക്കും. ഇതുപോലെ ഒന്ന് 2 ദിവസം തണലത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് വെയിലത്ത് വെക്കാം. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണത്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ കറിവേപ്പിലേരെ പോലെ ഫുഡിലൊക്കെ നല്ലോണം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ചെടിയാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. നല്ല ശുദ്ധി വേണ്ട ഒരു ചെടിയാണിത്. നമ്മളിങ്ങനെ മീൻ കഴുകിയ വെള്ളമൊക്കെ ഒഴിക്കില്ല, അങ്ങനത്തെ വെള്ളമൊന്നും ഒഴിക്കരുത്. നല്ല വെള്ളം തന്നെ ഒഴിക്കണം. അപ്പോൾ ഇതുപോലെ ഇലയിൽ പെടാണ്ട് ഇതുപോലെ അതിൻ്റെ കടയ്ക്ക് നോക്കി ഒഴിക്കുക. ഇലയിൽ കൊണ്ടുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോവും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് വെള്ളം വാർന്നു പോവും വേണം. അപ്പം നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ടുണ്ടായിക്കോളും. നല്ലൊരു അലങ്കാര ചെടിയായിട്ട് വളർത്താം. നമ്മുടെ തോട്ടത്തിൻ്റെ കരിവശത്ത് ബുഷ് പോലെ വളർത്താം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓർമ്മശക്തി കിട്ടാനും ഉറക്കക്കുറവിനും അതുപോലെ എല്ലാത്തിനും നല്ലൊരു ചെടിയാണ്.